അതുപോലെ ഞങ്ങളെ ഷിയാക്കൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഔലിയാക്കന്മാർക്കൊക്കെ കറാമത്തും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാല, വട്ടന്മാരെഴുതിയ മാലയും കള്ളക്കഥയും മായാവിക്കഥയും ഇതുപോലുള്ള സാധനങ്ങളും താങ്ങി നടക്കുന്നത്. എന്നിട്ട് CM മടവൂർ എന്ന് പറയുന്നത് ചിറ്റടി മേഖല അബ്ബക്കറിൻ്റെ പേരിൽ 1000 കള്ളക്കറാമത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇറങ്ങിയിട്ടുണ്ട്. 1000 എപ്പിസോഡ് നമ്മളതാണ് ചെയ്യും. ഇൻഷാ അല്ലാ ഒരു ദിവസം ചിലപ്പോൾ 10 എപ്പിസോഡൊക്കെ ഉണ്ടാവും. നിങ്ങളെ കള്ളക്കറാമത്ത് ബുക്ക് കീറിയിട്ട് ഞാൻ ചായച്ചു കൊടുക്കും ഇൻഷാ അല്ലാ. ഷെയ്ഖുനായുടെ പേരിലുള്ള കറാമത്തുകൾ, ധാരാളം കറാമത്തുകൾ അടങ്ങുന്ന ഒരു ഗ്രന്ഥത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. അത് പറഞ്ഞതിന് മുമ്പേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നതിനിടയിൽ ഒരു മുസ്ലിയാർ പറയുകയാണ്, ഇരു സമസ്ത വിഭാഗങ്ങളും ഈ ഇരു സമസ്തയല്ലാത്ത സമസ്തവാദികളായ മുഴുവൻ ആളുകളും ഔലിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് കാലത്തിൻ്റെ കുത്തുബാണ്, ഷെയ്ഖാണ്, മഷായിഖാണ്, ലോകം നിയന്ത്രിക്കുന്നവനാണ്, വിമാനങ്ങൾ പിടിച്ച് ഉരുട്ടുന്നവനാണ്, തീവണ്ടിനൊക്കെ പിടിച്ച് തലകുത്തനെ മറിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ, CM മടവൂർ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് ജീവിച്ച് മരിച്ചുപോയൊരു മനുഷ്യനെ അയാൾ കുറേ കറാമത്തൊക്കെ കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ആ CMൻ്റെ പേരിൽ 1000 കറാമത്തുകൾ, കള്ളക്കറാമത്തായിട്ടില്ലേ, ഒരു കറാമത്ത് പോലും അയാളിനും ഉണ്ടാവില്ല. കാര്യം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ആ കറാമത്ത് ഉണ്ടാവുക അള്ളാഹു നൽകുന്ന ആദരവാണ്. വിശദീകരിക്കുന്നില്ല. ഈ പറയപ്പെട്ട ആളുടെ പേരിൽ 1000 കറാമത്തുകൾ, മായാവി കഥകൾ പുസ്തക രൂപത്തിൽ കഴക്കൂട്ടത്തുള്ള ഏതൊരു ചെങ്ങായി എഴുതുന്നുണ്ട്. അയാളുടെ പേര് മറന്നുപോയി എന്നാണ് പറഞ്ഞത്. അതിനേക്കാളിലൊക്കെ വലിയൊരു രസം എന്താണെന്നറിയോ? മുസ്തഫൽ ഫാലിലി എന്ന് പറയുന്ന കാന്തപുരം സമസ്തയുടെ ഒരു മുസ്ലിയാരാണ് ഇദ്ദേഹം ഈ ഒരു വിഷയം പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഇത് ഒരു കള്ളക്കറാമത്ത് മായാവി കഥയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പറഞ്ഞു തുടങ്ങിയതാ. അപ്പുറത്തുനിന്ന് പറഞ്ഞു നിർത്തിക്കാളി എന്ന് പറഞ്ഞു. അപ്പോൾ മൂപ്പര് തിരിഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, നിർത്താല്ലേ എന്ന്. കള്ളക്കറാമത്തുകൾ പറയൽ മുസ്ലിയാക്കന്മാർ തന്നെ നിർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയൊരു ഭാഗം ഒന്നുകൂടി കണ്ടോക്കൂ, നിർത്താൻ പറയുന്ന. കഴക്കൂട്ടത്തുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടുപോയി. നിർത്താൻ പറയുന്നത് നമ്മൾ കേൾക്കുന്നില്ലെങ്കിലും കള്ളക്കറാമത്ത് പുസ്തക രൂപത്തിൽ സമാഹാരമാക്കിയിട്ട് 1000 കള്ളക്കഥകൾ, മായാവി കഥകൾ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ നിർത്താൻ പറഞ്ഞു എന്നുള്ളത് നമ്മൾ നല്ലൊരു കാര്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇദ്ദേഹം കുറച്ചും കൂടി പറയട്ടെ. പണ്ഡിതൻ ഷെയ്ഖുനയുടെ പേരിൽ അവിടുത്തെ കറാമത്തുകൾ ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്. മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് അറബിയിൽ കുറേ കള്ളക്കറാമത്തുകൾ ഇവർ എഴുതിയിട്ടുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ CM മടവൂരിൻ്റെ പേരിൽ സത്യസന്ധമായിക്കൊണ്ട് ഉള്ള ഒരു കറാമത്തും ആരുടെ അടുത്തുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുമില്ല, അതിൽ യാതൊരു സംശയമില്ല. എന്നിട്ടും 1000 കള്ളക്കറാമത്ത് ഒരു മായാവി കഥാ രൂപത്തിൽ ഒരു വലിയ പുസ്തകമാക്കിയിട്ട് എഴുതുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഒരു കറാമത്ത് പോലും ഈ പറയപ്പെട്ട ആളുടെ പേരിൽ, മനുഷ്യൻ്റെ പേരിൽ ഇല്ല എന്നുള്ളതാണ്. കറാമത്തുകൾ ഉണ്ടാവും, കറാമത്ത് എന്ന് പറഞ്ഞിട്ടില്ല പറയും മൂല്യരെ. 1000 കറാമത്തുകളോ മറ്റോ ആണ് അദ്ദേഹം ക്രോഡീകരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മഹാനവറുകളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനവറുകളുടെ കറാമത്തുകൾ അവിടുത്തെ ഇനി വരുന്ന തലമുറക്ക് ശരിക്കും മനസ്സിലാകുന്ന വിധത്തിൽ ധാരാളം രചനകൾ ലോകത്തുണ്ട്. ധാരാളം രചനകൾ ഇനി വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ധാരാളം രചനകൾ ലോകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുറേ കള്ളക്കറാമത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് ഒരു പുസ്തകമാക്കാനുള്ള തയ്യാറെടുപ്പാണ്. എന്നിട്ട് എന്താണ് സംഭവിക്കുക? ഇവിടെ ഈ കള്ളക്കറാമത്ത് പാടി നടന്നിട്ടോ പുസ്തകത്തിലാക്കിയിട്ടോ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടോ വിശ്വസിച്ചിട്ടോ കേട്ടിട്ടോ എന്താണ് ഗുണം? എന്നാൽ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഈ മുസ്ലിയാർ കൂട്ടം തന്നെയാണ്. നിങ്ങൾ കേട്ടു നോക്കൂ. ഇവിടെ ഈ CMൻ്റെ പേരിൽ തന്നെ കുറേ കള്ളക്കറാമത്തുകൾ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിൽ എവിടെ എഴുതി വെച്ചിട്ടില്ല. കാര്യം എന്താണ്? അത് ചോദ്യം ചെയ്യപ്പെടും. മുസ്ലിയാക്കന്മാർക്കറിയാം അത് കള്ളക്കറാമത്താണെന്നുള്ളത്. ഇനി മലയാളത്തിൽ അത് എഴുതി വരുമ്പോൾ അതിന് മായാവി കഥാ ബുക്ക് എന്നല്ലാതെ വേറൊന്നും എഴുതാൻ കഴിയില്ല.
ഇനി ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങൾ കഴിഞ്ഞാൽ അത് വീണ്ടും ഉപയോഗിക്കപ്പെടും. ഈ മുസ്ലിയാക്കന്മാർ വയല് പറയാനായിട്ട് ഈ കള്ളക്കഥകൾ പണ്ട് അറബിയിൽ എഴുതി വെച്ചത് പിന്നീട് പാട്ടുരൂപത്തിലാക്കിയിട്ട് തമിഴൻ്റെ മാലയാക്കിയിട്ട് എഴുതിയ കള്ളക്കറാമത്തുകളുണ്ട്. അതിലൊരു കള്ളക്കറാമത്ത് കേട്ടോക്കിയും നൗഷാദ് ഹസനി പറഞ്ഞാണ്. കടലിന്റെ സമീപത്ത് കൊണ്ടുപോയിട്ട് ശൈഖുന ചോദിക്കുന്നു, രക്തത്തിന്റെ സമുദ്രം കണ്ടിട്ടുണ്ടോ? ഹൽ റഅയ്ത ബഹ്റദ്ദം, വെള്ളാണോ സാധാരണ സമുദ്രത്തിൽ ഉണ്ടാകല്, രക്തമുള്ള കടൽ കണ്ടിട്ടുണ്ടോ? ഉപര് പറഞ്ഞു ലാ, കണ്ടിട്ടില്ല. ആര് കാണാനാ? എന്നാൽ നോക്കിക്കോളൂ, സാധാരണ കടൽ തന്നെ. ശൈഖുന പറയും നോക്കിക്കോളൂ, ഫൈദൽ ബഹ്റു കുല്ലുഹു ദം, നോക്കുമ്പോ സമുദ്രം മുഴുവനും ധമായി മാറിയിട്ടുണ്ട്. ഇങ്ങനെ നുണ പറയണമെന്നുണ്ടെങ്കിൽ എഴുതി വെക്കണമല്ലോ. ഇത് ഏതൊരു പാട്ടെന്നാണ് എടുത്ത് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് പേരോട് പറയുന്നുണ്ട്. പക്ഷെ ഈ കഥ തന്നെ നമുക്ക് പൂർണ്ണ രൂപത്തിലൊന്ന് കേൾക്കാം, കുറച്ചും കൂടി കേൾക്കാണ്ട്. രക്തത്തിന്റെ സമുദ്രമായി മാറിയിട്ടുണ്ട്. അത് പറഞ്ഞാൽ അതാണ് അത് പറഞ്ഞാൽ അത് സംഭവിക്കുകയാണ്. അവിടെ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ല. അടുത്ത ചോദ്യം ശൈഖുനയുടെ, അറഅയ്ത സമക്കൽ അളീം, വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? അയിലയും മത്തിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾ അയിലയും മത്തി മാത്രമല്ല, ഇക്കോറയും മറ്റുള്ള മീനുകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. സ്രാവൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, തിന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും സംശയമില്ല. ഇവിടെ ഇവർക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്, അറബിക്കഥയാണ്. ഏതോ വട്ടണോ പൊട്ടണോ എഴുതിയ ഏതോ ഒരു അറബിക്കഥ അതിങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ മാനം ഇങ്ങനെ അതിൻ്റെ പരിഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കള്ളക്കഥയാണ്. ഇതുപോലെ കുറേ കാലം കഴിഞ്ഞാൽ വരും തലമുറക്ക് മറ്റേ മുസ്ലിയാർ പറഞ്ഞതല്ലേ, മീനിനെ കണ്ടിട്ടുണ്ടോ, മീന് എന്താണ് സംഭവിച്ചെന്ന് കേട്ടോക്കൂ. ചിലപ്പോ വലിയ വലിയ സ്രാവോ അല്ലെങ്കിൽ അതുപോലത്തതൊക്കെ കണ്ടിട്ടുണ്ടോ? വലിയ മീനിനെ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞില്ല, കണ്ടിട്ടില്ല. ശൈഖുന പറഞ്ഞു, നോക്കൂ എന്ന് പറഞ്ഞപ്പോ ഫൈദ സമക്കുൻ അദീമുൻ യഅതി മിൻ കഅരിൽ ബഹർ, കടലിന്റെ ആഴിയിൽ നിന്നതാ ഒരു വലിയ മത്സ്യം വരികയാണ്. കണ്ടു നിന്ന ആള് തന്നെ പേടിച്ചുപോയി. കഫാ മധുമതി, വല്ലാത്തൊരു കാഴ്ചയായി പോയി. ശൈഖുന മീനിനോട് കൽപ്പിച്ചു പോകാൻ, തിരിച്ചു പോകാൻ. ശൈഖുന വിളിച്ചാൽ വരാത്ത മത്സ്യങ്ങളില്ല, വരാത്ത മീനുകളില്ല, ആനകളില്ല, സിംഹങ്ങളില്ല. ഖാജ മൊയ്നുദ്ദീനോടൊക്കെ. അപ്പം എന്താ പറഞ്ഞത് ഇവിടെ ഷെയ്ഖുന ഇവിടെ എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഇങ്ങനെ മീനിങ്ങനെ കയറി വരിക എന്നാണ് പറഞ്ഞത്. ആദ്യം എന്താ ഉണ്ടാക്കിയത്? കടൽ മൊത്തം രക്തമാക്കി എന്നാണ് പറഞ്ഞത്, ദം ആയി എന്നാണ് പറഞ്ഞത്. എന്താവണം എന്ന് പറഞ്ഞോ അതാവുന്നാണ് പറഞ്ഞത്. ആരാണ് എൻ്റെയൊക്കെ ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളയാണോ? അള്ളാഹ്ക്കാണ് ഇതൊക്കെ കഴിയുക. അപ്പോൾ അള്ള ചെയ്യുന്നത് പോലെ ഒക്കെ ചെയ്യാനുള്ള കഴിവ് ഔലിയാക്കൾക്ക് ഉണ്ട് എന്നാണ് ഇവർ പറയണത്. ഇത് എവിടുന്ന് കിട്ടിയതാ? ഇവർക്ക് എവിടുന്ന് കിട്ടിയതാ? ഷിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നതെന്ന് പറയും. ആ കഴിവ് എവിടുന്ന് കിട്ടിയതാ? അങ്ങനെ ഒരു കഴിവില്ല. കൊടുത്ത കഴിവ് കാരണം ഞാൻ സംസാരിക്കണേ എനിക്ക് തന്ന കഴിവാണ്. ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്, ഒക്കെ നിങ്ങൾക്ക് തന്ന കഴിവ് തന്നെയാണ്. ഇനി അല്ലാതെ മരിച്ച മയ്യത്തിനോട് ചോദിക്കുക എന്നുള്ളത് നൗഷാദ് ഹസൻ തന്നെ പറയുന്നുണ്ട്. ഞങ്ങൾ പച്ച ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രഭാഷണം നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. ഇവിടെ ഖാജ മൊയ്നുദ്ദീൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഒരു അറബി കഥാ ബുക്ക്, അറബി മായാവി കഥയാണ് ഇവിടെ ഇത്രയും നേരം നൗഷാദ് വായിച്ചത്. എന്നാൽ നൗഷാദിൻ്റെ ആജന്മ ശത്രു പേരോട് മാലപ്പാട്ട് പാടിയിട്ടാണ്. ഖാജ മൊയ്നുദ്ദീൻ എന്നും പറഞ്ഞിട്ട് പാടുന്നുണ്ട്. പാടിയിട്ട് എന്താ പറയണത്? ഇവിടെ കടൽ മൊത്തം രക്തമാക്കിയത് മൊയ്തീൻ ഷെയ്ഖ് ആണെങ്കിൽ മൊയ്തീൻ ഷെയ്ഖിനെക്കാട്ടിലും വലിയ കഴിവ് റിഫായി ഷെയ്ഖ് വെള്ളം മൊത്തം ശുദ്ധജലമാക്കി എന്ന് പറയുന്നത്. എന്നിട്ട് എവിടെയാ ശുദ്ധജലം ആക്കിയിട്ട് പിന്നെ എന്നേ അത് പിന്നെ ഉപ്പുജലമായത്? എവിടുന്ന ചെങ്ങായിമാരെങ്ങളൊക്കെ നീച്ചു വരുന്നത്? കേട്ടോക്കാ നിങ്ങൾ. നമ്മൾ പറയണതല്ലേ ഇവരെ വട്ടന്മാരെ എഴുതിയ മാലപ്പാട്ടും പാടിയിട്ട് ഈ പാവം ജനങ്ങളോട് പാടിയും കൊണ്ടിരിക്കുന്നതാണ്. കേട്ടോക്കി. ഖാജ മുഹിദ്ദീനും താങ്കൾ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഒടിയാതെന്നോവർ തണ്ണീരോടും മുമ്പൽ കുറിയ ലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറയാ. എന്താണ് പറഞ്ഞത്? ഒരു കള്ളക്കറാമത്ത്, മായാവി കഥ. എന്താണ് തെളിവ്? മാലപ്പാട്ട്. ആരെ എഴുതിയത്? ഏതോ തമിഴൻ. എന്നിട്ട് അതാണ് തെളിവാക്കിയിരിക്കുന്നത്. കേട്ടോ, നിങ്ങൾ ഇപ്പോൾ പാടിയത്
തമിളൻ്റെ മാലയാണ്. എന്നിട്ട് കേക്കി അപ്പോഴവരെല്ലാം തടിക്ക് ബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. ഉപ്പ് നീർ തണ്ണീറാക്കി കൊടുത്തോവർ. മലയാളമുണ്ട്, തമിഴുണ്ട്, ഇനി അതിന് മുമ്പ് അറബി ഉണ്ടായിരുന്നു. ഇനി അയാൾക്ക് അറിയണ ഭാഷയൊക്കെ പാടെ കൂട്ടിക്കലക്കിയിട്ട് ഒരു കുലാബി ആക്കിയിട്ടാണ്ട് കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിങ്ങനെ പാടിയിട്ട് ജനങ്ങളെ മുമ്പിൽ മായാവി കഥ പറയാൻ നാണോ മാനോണ്ട മൂലിയക്കന്മാരെ നിങ്ങൾക്ക് ഉണ്ടോ? കേട്ടോ നിങ്ങള്. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ ഖദ്ദസ ഖുദ്ദസ തങ്ങള്, അതിനൊരു കുറവും ഉണ്ടാവൂല. പറഞ്ഞോളി. ഗുരുവര്യരും അമ്മാവനുമായ ഖുതുബും ശൈഖുമായ ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ കൂടെ കുട്ടിക്കാലത്ത് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിലുള്ള ജനങ്ങളുടെ വെള്ളം തീർന്നുപോയി. ഖാജാ മുഹീദ്ദീനും തങ്ങൾ മുരീദുമായി കപ്പലിൽ കീറിയിട്ട് ഓടിയാതെന്നോവർ. തണ്ണീറോടുങ്ങുമ്പോൾ കുറിയാലോകേരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. വെള്ളം തീർന്നപ്പോൾ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ തണ്ണീർ കബീറോട് തേടുക, നിങ്ങൾക്ക് കറാമത്ത് മുഖേന വെള്ളം തരാൻ ഞാൻ ആവശ്യം ഇല്ല. എന്റെ ശിഷ്യനും മുരീദുമായ അഹ്മദുൽ കബീർ റിഫാഇ മഹാനവറുകൾ ഉണ്ട്, നിങ്ങൾ ആ ശിഷ്യനോട് തേടുക. ഷിയാക്കള് പറഞ്ഞു കൊടുത്തു, ഇവരത് പാടിയിട്ട് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്ത്? മൊയ്തീൻ ഷേഖിനോട് ആളുകള് ശുദ്ധജലം ചോദിച്ചു എന്നാ. ശുദ്ധജലം കഴിഞ്ഞു പോയിച്ച മൊയ്തീൻ ഷേഖിൻ്റെ അടുത്ത് നിങ്ങളെ അടുത്തുണ്ടിച്ച തുള്ളി തരീന്നല്ലേ മൊയ്തീൻ ഷേഖ് പറയാ. അല്ലാതെ അല്ലേ, മഴ പെയ്തിട്ടു ഇപ്പോൾ അതിൽ കപ്പലിൽ വെള്ളമാവൂല. കടലിൽ യാത്ര തുടങ്ങുമ്പോൾ പിടിച്ചു വെക്കുന്ന വെള്ളം, ശുദ്ധജലം, അത് പരിമിതമായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ ദിവസങ്ങൾ യാത്ര ചെയ്യുന്ന കപ്പലിലൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞു പോയാൽ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്നിപ്പോൾ കടൽ വെള്ളം ശുദ്ധീകരിച്ചിട്ടൊക്കെ വെള്ളം എടുക്കുന്ന ഒരു സിസ്റ്റമൊക്കെ ഉണ്ട് തോന്നണോ എന്തോ. അപ്പോൾ അതുപോലെയുള്ള സാഹചര്യമൊക്കെ പണ്ട് കാലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് മൊയ്തീൻ ഷേഖെ വെള്ളം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മൊയ്തീൻ ഷേഖ് എന്താ പറയുക, എൻ്റെ അടുത്ത് തുള്ളിയുണ്ട് അത് എനിക്ക് വേണം തരൂല എന്ന് പറയും ഒന്നുകിൽ. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അല്പമുണ്ട് അത് നൽകാമെന്നും പറയും. ഇനി കഴിഞ്ഞു വെച്ചാൽ പറയും എൻ്റെ അടുത്തും കഴിഞ്ഞു, ഇനിയിപ്പോൾ നമുക്ക് സഹിച്ചിരിക്കാമെന്ന് പറയല്ലാണ്ട് നിവൃത്തിയൊന്നുമില്ല. ഉപ്പുജലം, അതായത് കടൽ വെള്ളം എന്തായാലും കുടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ മൊയ്തീൻ ഷേഖ് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കബീറോട് തേടിയും തണ്ണീരിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കബീർ ആരാണ്? അഹമ്മദ് കബീർ റിഫായി. ഇവർ രണ്ടാളും ഒരുമിച്ച് ഉണ്ടായ കാലഘട്ടമാണ് എന്നുള്ളത് തള്ളും പറഞ്ഞുകൊണ്ടാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മാലപ്പാട്ട് പാടിയിട്ട് പറയണേ കബീറിനോട് തേടിക്കാൻ പറഞ്ഞിരിക്കണു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് കബീറിനോട് തേടി എന്താ ഉള്ളതെന്ന് അറിയാം. ഏതാ? അഹമ്മദുൽ കബീർ. പണ്ട് പാമ്പ് വരുന്നതിന് മൗലൂദ് നടത്തിയത് അഹമ്മദ് കബീർ റിഫായിൻ്റെ. അതാണ് ഈ ആളുകൾക്ക് അറിയുള്ളൂ. ഇന്നിപ്പോൾ ഇങ്ങനത്തെ കഥയൊക്കെ മോലിയർ ഇങ്ങനെ ഇരുന്ന് മൈ കെട്ടിയാ പിന്നെ കറാമത്തിനൊരു കുറവുണ്ടാവില്ല. കള്ള കറാമത്തല്ലേ, എന്തുകൊണ്ടും പറയാലോ. പറയും. അപ്പോഴവരെല്ലാം ബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. അപ്പോൾ കപ്പലിൽ അതാ പോകുന്ന ഈ യാത്രക്കാർക്ക് കടലിൽ നിന്ന് ഉപ്പുവെള്ളം മുക്കിയിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് കൊടുത്തപ്പോൾ അത് ശുദ്ധജലമായിരിക്കുന്നു. ഇത് 2 ദിവസം മുമ്പ് നമ്മൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഈ കൂട്ടത്ത് ഇവർ 1000 കള്ളക്കറാമത്തുകളുള്ള മായാവി കഥ ബുക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. ഇതുപോലെയൊക്കെയാണ് ഇവരുണ്ടാക്കിയാലും സംഭവിക്കുക. ഒരു ഷെയ്ഖ് ഒരു സമയത്ത് എന്താക്കി, കടൽ മുഴുവൻ രക്തമാക്കി എന്ന് പറഞ്ഞു. അത് പിന്നെ എപ്പോഴേ തിരിച്ച് ഉപ്പുവെള്ളമാക്കിയത് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഈ രക്തമാക്കിയപ്പോൾ തന്നെ അതിലുള്ള മീനുകൾ, അതുപോലെ തിമിംഗലം, സ്രാവ്, മത്തി, അയില, ഇക്കോറ, ആഗോലി പോലെയുള്ള കൊടാനുകോടി ജീവജാലങ്ങൾ അതൊക്കെ എന്തായി എന്നുള്ളത് ഒന്ന് പറയും പൊട്ടപ്പോഴത്തക്കാരെ അല്ലേ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നീട് ഉപ്പ് ജലം അത് ശുദ്ധവെള്ളമാക്കി എന്നാണ് പറഞ്ഞത്. അത് പിന്നെ ഇവർക്ക് ന്യായീകരിക്കാൻ എന്ത് ചെയ്യാന്നറിയോ, കോരുമ്പോൾ അത് ശുദ്ധജലമായി എന്ന് പറയാം. അല്ലെങ്കിലോ ശുദ്ധജലമായി കഴിഞ്ഞാൽ അതിലുള്ള മീനൊക്കെ ചത്തുപോകില്ലേ. ഉപ്പ് ജലത്തിൽ ജീവിക്കുന്ന ആ മീനുകൾ, അതുപോലെയുള്ള ജീവജാലങ്ങൾ കടലിലുള്ളത്, അപ്പോൾ ഉപ്പുവെള്ളമില്ലാതെ ശുദ്ധജലമായി കഴിഞ്ഞാൽ ഒക്കെ ചത്തുപോലെ. അങ്ങനെ പറയണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, അതിലൊരു ട്വിസ്റ്റ് കൊണ്ടുവരിക. അങ്ങനെ കോരുമ്പോൾ ശുദ്ധജലമായി എന്ന് പറയാം. എന്താ അതിൻ്റെ മാനദണ്ഡം? കറാമത്താന്നാണ് പറഞ്ഞത്. ഇതാ കറാമത്ത് ആണോ? ഒരു പ്രവാചകനാണ്, മൊയ്ജിസത്തുണ്ട്, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ അതുപോലെ ഞങ്ങളെ ഷിയാക്കൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി ഔലിയാക്കന്മാർക്ക്
ഒക്കെ കറാമത്തും ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാല വട്ടന്മാരെഴുതിയ മാലയും കള്ളക്കഥയും മായാവിക്കഥയും ഇതുപോലുള്ള സാധനങ്ങളും താങ്ങി നടക്കുന്നത്. എന്നിട്ട് CM വടവൂര് എന്ന് പറയുന്നത് ചിറ്റടി മേഖല അബ്ബക്കറിൻ്റെ പേരിൽ 1000 കള്ളക്കറാമത്ത് എഴുതി വെച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. എഴുതിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ടുണ്ട് 1000 എപ്പിസോഡ് നമ്മളാണ് ചെയ്യും. ഇൻഷാ അല്ലാഹ് ഒരു ദിവസം ചിലപ്പോൾ 10 എപ്പിസോഡൊക്കെ ഉണ്ടാവും. നിങ്ങളെ കള്ളക്കറാമത്ത് ബുക്ക് കീറിയിട്ട് ഞാൻ ചായ വെച്ച് കൊടുക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള തട്ടിപ്പിലും വെട്ടിപ്പിലും പോയിട്ട് പെട്ടു പോകാതിരിക്കുക. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് ഏകത്വം മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് അതെന്താണെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.